എന്റെ സുഗുണേട്ടാ, ഇത് പാട്ടവലിക്ക് തൂക്കി വിറ്റൂടെ? എന്നെ നോക്കി പേടിപ്പിച്ച ഈ കുന്ത്രാണ സ്റ്റാർട്ട് ആവൂ. ഞാനിത് വല്ല ആക്രിക്കാർക്കും തൂക്കി കൊടുക്കും. സുലു നിന്നെ ഒരുപാട് കയറ്റിയ വണ്ടിയായത്. അതൊക്കെ ശരിയാ, പക്ഷെ ഇപ്പൊ ഇതിനെ കൊണ്ട് ഒരു പ്രയോജനം ഇല്ലല്ലോ. എടി, ഇതിനൊരല്പം വലിവ് കുറവുണ്ട്, സത്യമാണ്. ഇങ്ങനെ പോയാ നീ എന്നെ തൂക്കി വിൽക്കുമല്ലോ അടി. അതിന് നിങ്ങക്ക് വലിവേ ഇല്ലല്ലോ. സുലു, ഞാൻ പോണു, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. അവൻ വന്നത് ഭാഗ്യം, അല്ലേ അവൾ എന്നെ ആക്രിക്കാർക്ക് തൂക്കി വിറ്റാനെ. എന്താ പറഞ്ഞേ? ഇല്ല, ഒന്നും പറഞ്ഞില്ല. നിന്നെയൊക്കെ ഞാൻ എത്ര തവണ വിളിച്ചു, നിന്റെയൊക്കെ ഫോൺ സ്വിച്ച് ഓഫ്. കുഴപ്പമൊന്നുമില്ലല്ലോ, എന്റെ മൊബൈൽ സ്വിച്ച് ഓൺ ആണല്ലോ. ആര് പറഞ്ഞ? ഞാൻ കുറെ വിളിച്ചതാ, സ്വിച്ച് ഓഫ്. വണ്ടിക്ക് എന്താ പറ്റിയ? വണ്ടിക്ക് ചെറിയൊരു സ്റ്റാർട്ടിങ് ട്രബിൾ. ചേട്ടാ, ഇവിടെ മനോരമയല്ലേ വരുത്തുന്നത്? അതെ. ഇന്നത്തെയും പത്രവും തരും. ഇന്നത്തെ പത്രം ഇവിടെ ഉണ്ട്. ഇന്നലത്തെ പത്രം സുലുവേ, ഇന്നലത്തെ ആ പത്രം ഇങ്ങെടുത്തേ. എന്താ പത്രത്തില്? വോട്ടുകാർ ഹർത്താൽ നടത്തുമെന്ന് പത്രത്തിലുണ്ടായിരുന്നു പറഞ്ഞു. കടൽ ഹർത്താൽ. കടൽ ഹർത്താലോ? ഇനി കടൽ ഹർത്താലിന്റെ ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഏതായാലും ഒരു ഗുണമുണ്ട്. കരയിൽ ഹർത്താൽ നടത്തിയാൽ നമുക്ക് സ്വസ്ഥമായിട്ട് യാത്ര ചെയ്യാൻ പറ്റൂ. കടലിലായതുകൊണ്ട് ഈ വള്ളത്തിന്റെയും ബോട്ടിന്റെയും ഒന്നും ശല്യമില്ലാത്തത് കൊണ്ട് ഈ മീനുകൾക്ക് അറഞ്ചം പുറഞ്ചം നീന്തി സൂയിക്കാം. കുന്തളിച്ച് നീന്താവുന്ന പോലീസ് ജീപ്പല്ലേ പോണു. ജീപ്പ് നിങ്ങളുടെ വീടിന്റെ ഭാഗത്തോട്ടാണല്ലോ പോകുന്നത്. എന്താടാ, വല്ല പ്രശ്നമുണ്ടോ? ഏയ്, ഞാൻ നോക്കിട്ട് വരാം. ഇവൻ ഈ മതിൽ ചാടി ഇത് എവിടെ പോന്നു? അമ്മേ, അമ്മേ, ഫോൺ ഇവിടെ ഇരിക്കണ്ടല്ലോ. ഇവന്മാരൊക്കെ എവിടെ പോയി? ഇതൊരു മനസ്സിലാവും. അവര് കുറച്ച് ദിവസം പോയി കിടക്കട്ടെ. അവൻ എന്തിനാണ് കരയണ? അവനൊന്ന് പോയി സമാധാനപ്പെടുത്തിയടി. ഒന്ന് പോയേച്ചി. എന്നാലും യുവമാർക്ക് എന്തിന്റെ കുറവുണ്ടായിട്ടാണ്? യുവമാർക്ക് തിന്നിട്ട് എല്ലിന്റെ ഇടയിൽ കയറിയിട്ട്. പോയടാ, പോയി. എനിക്ക് സഹിക്കാൻ പറ്റില്ലടാ. ശിവ, ഒരു കുപ്പിയെങ്കിലും വാങ്ങിച്ചു വെക്കാറില്ല. പട്ടികളെ പോകല്ലേ, ഇവനൊരു കുപ്പി കൊടുത്തേച്ചും പോണേ.